നമുക്ക് ഡിസ്കൗണ്ട് നോക്കാം കുറച്ചു നേരം. അതെല്ലാം ഡിസ്കൗണ്ട് നോക്കാം. സൂപ്പർ മാർക്കറ്റ് കളിക്കാനുള്ള മൂടില്ല, സത്യമായിട്ടും പറയാലോ. സൂപ്പർ മാർക്കറ്റ് കളിക്കാനുള്ള മൂടില്ല. മൈൻഫൊക്കെ എന്തേലും ഒന്ന് ഇതാക്കി ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വരുമ്പോ ഇങ്ങനെയാണ് അവസ്ഥ. നമുക്ക് കുറച്ചു നേരം ഡിസ്കൗണ്ട് ഓൾസ് നോക്കാം. കിരൺ ചേട്ടൻ ഏതോ ബേർഡ് വേണമെന്ന് കേട്ടല്ലോ. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു കിരൺ ചേട്ടൻ ഏതോ ബേർഡ് വേണമെന്നൊക്കെ? കിരൺ ചേട്ടനെ തത്തയെ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങൾ ഒരു ദിവസം അവിടെ പോയപ്പം മക്കാവോയോ മക്കാവോയോ വേണോന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് വില ചോദിച്ചപ്പോ 2.5 ലക്ഷം രൂപയായിരുന്നു. അപ്പോഴേ വഴിവെട്ടി ഓടിയില്ലേ. 2.5-3 ലക്ഷം രൂപയ്ക്കാണ് ആ കിളിക്ക് ചോദിക്കണത്. എന്റെ അമ്മോ, റൈറ്റ് ഓറിൽ എന്നാ നീ ഒരെണ്ണം മേടിച്ചതാ. നാടനോ? ക്രോസ് ബ്രീഡ്. ഇത്ര ചെറുതൊന്നും കാണല്ലേ, പെയിന്റ് ആയിരിക്കും. പല കളറുള്ള ഒരു 2.5 ലക്ഷം രൂപയുടെ തത്തയില്ലേ, അതാണ് പുള്ളിക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പുള്ളി എടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, ആ 2.5 ലക്ഷം രൂപയ്ക്ക് തത്തയെ വാങ്ങിച്ചു തരാൻ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലൈവ് നിർത്തിയേനെ, ഞാൻ ആ കാശ് ജീവിച്ചേനെ. മക്കാവ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ മക്കാവിനെ പോലെ എല്ലാ ദിവസവും ഒരു കളർ അടിക്കാം, പല കളർ മുടിയിലടിച്ചിട്ട് തത്തയെ പോലെ പോയിരുന്ന് കരയാം. അതിപ്പോ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW വെക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. മക്കാവോന്റെ വേണ്ടയില്ലേ? അത് എന്തിനു വർത്താണ് നീ പറഞ്ഞത്? എന്ത് ചെയ്യാനാണ് ഞാൻ? എന്റെ കാശില്ല തത്തയൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ. 2.5 ലക്ഷം രൂപയ്ക്കൊക്കെ ഞാൻ എന്ത് തത്തയെ വാങ്ങിച്ചു കൊടുക്കാനാടാ? ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കിത് ചെയ്യാൻ വരുന്നത് ഞാനൊരു തത്തയാവുകയെന്നുള്ളതാണ്. നീ കളറടിച്ച മഴയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. 1,25,000 കിട്ടും. എടാ എന്നാലും 1,25,000 നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1,25,000 രൂപയ്ക്ക് ഈ സാമാനത്തിനെ മേടിച്ചിട്ട് കൂട് തുറന്ന് ഇതങ്ങ് ഇറങ്ങി പറന്നു പോയി എന്തിനു ചെയ്യും? ഇല്ല, അങ്ങനെ പോകത്തില്ല. വീട്ടിനുള്ളിലൊക്കെ അതാ നമ്മള് അബദ്ധത്തിൽ കഥ തുറക്കുമ്പോ അങ്ങനെ പോയാൽ എന്തിനു ചെയ്യും? ഏത് മക്കാവ് പറക്കത്തില്ല. നമ്മുടെ ക്ലൈമറ്റ് അതിന് പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെടാ, കിളിയെ കൂട്ടിലിട്ട് വളർത്തരുതടാ, അതിന് സ്വാതന്ത്ര്യം കൊടുക്കണം. അല്ല, ഇത് അങ്ങനത്തെ കിളിയാണ്. എങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാത്ത കളിയാ? പറക്കൊക്കെ ചെയ്യൂടാ, പറക്കൊക്കെ ചെയ്യുന്നില്ല. പറക്കാതൊന്നും ഇരിക്കൂല. പിന്നെ പറക്കാതെ ഏതെങ്കിലും കിളിയുണ്ടോടാ? അണ്ണാ അത് തരുന്ന ആള് കുറെ നാള് കൂട്ടിയിട്ടല്ലേ വളർത്തുന്നത്. അതിന് അറിയത്തില്ല, പറന്നോണ്ടെന്ന് അറിയത്തില്ല അവർക്ക്. 62 വർഷം ലൈഫ് സ്പാൻ പോടാ. ശരിക്കും 140 ഇയേഴ്സ് ലൈഫ് ഉണ്ടെന്ന്. 140 ഞാൻ കേട്ടുള്ളത്. കാർത്തിക് സൂര്യയുടെ പോയി. അത് മക്കാവോലല്ലോ, അത് വേറൊന്നല്ലേ? എടാ ഞാനൊക്കെ പറയല്ലേ, എന്റെ ഇപ്പോഴത്തെ സമയത്തിന് പറക്കാൻ പറ്റാത്തൊരു ജീവിയെ പിടിച്ച് വീട്ടിലെത്താൻ പോലും അത് പറന്നു പോകും. മനസ്സിലായ? ഒരു സംശയമില്ല. അതുകൊണ്ട് നമുക്കിതൊന്നും വേണ്ട, നമുക്ക് തത്തയൊന്നും വേണ്ട. എന്തിനാണ് സമാധാനത്തോടെ എന്നാ ഇതൊന്ന് കാണണേ? പിന്നെന്താ കാണാലോ. ഇതാരാ? ഇതേത് ടീമാ? അത് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇത് ബാഴ്സലോണ. നെയ്മർ ബാഴ്സലോണ ആണോ കളിക്കണേ? പിള്ളേരെല്ലാം കൂടെ കൂടെ ഫിഫ വേൾഡ് കപ്പിന് പ്രമാണിച്ച് ലീഗ് ടൂർണമെന്റ് നടന്നപ്പോ നമ്മള് എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് കളിക്കുന്ന നമുക്ക്. ഏത് ഫിഫയാ? എനിക്ക് കളിക്കാൻ അറിഞ്ഞൂടാ. നോക്കി ഓൾഡ് വീഡിയോ ആണ്. ഇപ്പൊ അല്ലല്ലേ? ഇപ്പൊ ഞാനിത് പൊട്ടനെ പോലെ ചോദിക്കണം. ഞാൻ ഇതൊക്കെ പഠിക്കുവോ കേട്ടാ. കാരണം ഈ വർഷം എനിക്ക് വേൾഡ് കപ്പ് കാണണം. ഇത് മറ്റേ വേൾഡ് കപ്പ് ടീം അല്ലെന്ന് എനിക്കറിയാം. വേൾഡ് കപ്പിൽ പുള്ളി ബ്രസീലിലാണെന്നൊക്കെ അറിയാം എനിക്ക്. അതൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോളജ് ഗെയിൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഫുട്ബോളിന്റെ. ദിസ് വേൾഡ് കപ്പ് ഈസ് ഫോർ us.
ഇല്ല. ആ ന്യൂസ് ബിൽബാവായിരുന്നു ഈ മോൻ വന്നത് ചുമ്മാ പോനല്ല. ഈ ഗെയിമിങ്ങും ഫുട്ബോളും ഇതെല്ലാം ഇവിടെ എങ്ങനെ കൊണ്ടുപോകുന്നല്ലേ പുള്ളി പുള്ളി നെയ്മറിനൊരു നേപ്പാളി ലുക്ക് ഉണ്ടല്ലേ, നേപ്പാളി പയ്യന്റെ സ്ട്രീം വരെ ചെയ്യും പുള്ളി. പുള്ളി ആ, സീനിയർ ഇത് അല്ലേ? CS കളിക്കും, ഫിഫ കളിക്കും, ഇത് കളിക്കും, വാലറിന്റെ ഇടയ്ക്ക് കളിക്കുന്നുണ്ട്, പിന്നെ മറ്റേ ഇത് കളിക്കും, ഫൈനൽസ് കളിക്കും പുള്ളി. നെയ്മറിന്റെ ഫാൻ ബോയ് കേട്ടോ. അർജന്റീന. ഇത് നെയ്മറിന്റെ fan boy ആണ് കേട്ടോ. ഇവൻ നെയ്മറിന്റെ ആ, fan boy. ഈ വീഡിയോ ഇട്ട് നന്നായി കേട്ടോ. അതാകുമ്പോ ഓരോരുത്തരുടെയും ഇത് കാണാമല്ലോ നമുക്ക്, ഡ്രസ്സോടെ അടക്കം. ഞാനിപ്പോ ഇത് കാണാൻ പഠിച്ചേട്ടാ, ഞാനിപ്പോ എല്ലാം കാണാൻ പഠിച്ചേട്ടാ. ഫ്രാൻസിലാണല്ലോ എംബാപ്പെ. അണ്ണാ ഇവർക്ക് പല പല ജേഴ്സി അർജന്റീന, പോർച്ചുഗല്, സ്പെയിന്. അല്ലല്ല, ഇവൻ ബ്രസീൽ ആരാധകനാ, സ്പെയിൻ അല്ല. ബ്രസീലുകാരനാണ്. അല്ലല്ല നെയ്മർ ഫാനാണ്. നെയ്മർ ഫാൻ. അടുത്ത നെയ്മർ ആയിരിക്കും, അടുത്ത നെയ്മർ. ഇതെന്താ ഇത്, ഇതെല്ലാം കൊള്ളാലോ. ഓ, TVS സ്റ്റീവ്. അണ്ണന്റെ ഒരു സാധനം ഉണ്ട് ഇതിനകത്ത് ലാസ്റ്റ്. ഈകളെ നീ പൊറലോടിച്ച റൊണാൾഡോയുടെ ഒന്ന് വെച്ചേ ഒരു കാര്യം പറയാം. വിഷയമല്ല വിഷയം. ആ ഇത് കണ്ണാപ്പി ഇത് റിയാക്ട് ചെയ്യുമായിരുന്നു കേട്ടോ ലൈവിനകത്ത്. റിയാക്ട് ചെയ്തപ്പോ പറയുവാ പുള്ളിക്കാരന് റീൽ ഉണ്ടാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, കളിയൊന്നുമില്ല. ഞാൻ സമയത്ത് റൊണാൾഡോയെ പറ്റി ഈ കണ്ടിത്തലയം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഏടാ എടാ മാജിക് മൂവ്മെന്റ് അടിച്ച് കാജാ ബീഡിയും വലിച്ച് നാട്ടുകാരുടെ അടുത്ത് വന്ന ടെക് പ്രോ എന്നൊക്കെയുള്ള രീതിയിൽ കള്ളത്തരം മാത്രം വായിന്ന് തുപ്പി നടക്കാനല്ലാതെ എന്തെങ്കിലും കഴിവുണ്ടോ നിനക്ക് കണ്ണാപ്പി? അണ്ണ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫാൻസുകാരെ അണ്ണ പറഞ്ഞത്. നീ അണ്ണനെ പറയാനാ? ഓ അല്ലാതെ പുള്ളിയെ ഒരിക്കലും പറഞ്ഞില്ല. പുള്ളി എത്ര ഡെഡിക്കേറ്റഡ് പറഞ്ഞു. ലാസ്റ്റ് സാധനം നോക്ക്. Everybody can change the game. കൊള്ളാ, താങ്ക് യു. കൊള്ളാം. ഇത് അന്നങ്ങാണ്ട് എടുത്ത് ഇറക്കിയാന്ന് തോന്നി. ഇത് കണ്ടിട്ടുണ്ടല്ലോ, എന്നെ സ്റ്റോറിൽ എന്തോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെസ്സി ഫാനാണോടാ? ആ മെസ്സി ഫാനാണ്. കണ്ടു നോക്കണ്ണ. എന്നാ കളി എപ്പോഴാ തുടങ്ങിയില്ല, ഞാൻ തൂറിട്ട് വരാം. നീ തൂറിട്ട് വാ കുണ്ടച്ച, നിന്റെ തീട്ടം കുണ്ടിയിൽ കുണ്ടി. എന്റെ ഫ്രണ്ടിൽ ലോക്സ്, അവനൊരു കുണ്ടന, അവന് കളിക്കണം. പഠിപ്പിക്കുവോ? എനിക്ക് ഊഹിക്കാതെ ഉള്ളത് അതെന്തായിരിക്കും അത്. ഇത് പട്ടിക്കാട്ടിലാണോ തന്റെ വീട്? ദൈവമേ, ഏത് നേരത്താണോ ഈ കാട്ടുജാതിക്കാരനോട് ഇറങ്ങിപ്പോയാൻ തോന്നിയത്? അല്ല അത് വഴിയല്ല, ഇതുവഴി. ആ എവിടെയെങ്കിലും എന്തെങ്കിലും കാണാം. ഭൂമി ഉരുണ്ടതല്ലേ. എന്ത് പടമാണോ? ഹലോ, ഞാനേ നല്ല കർഷക കുടുംബത്തിൽ ജനിച്ച ഒന്നാം തരം കർഷകനാണ്. റിപ്പീറ്റ് വാല്യൂ എന്നൊക്കെ പറഞ്ഞ പീക്കാണ് കേസ് ഇതിന്റെ. എന്റെ കയ്യിലെ തഴമ്പ് കണ്ട എവിടെ? തഴമ്പിലായിരിക്കും, പക്ഷെ നാട്ടിൽ പോയി കൃഷി ചെയ്താൽ നല്ല തഴമ്പ് വരും. Look, Arun, my employees are already driving me crazy and I cannot handle this pressure. Good afternoon. One second. You are coming, madam. We are coming. ഞാനത് തൊട്ട് വന്നോട്ടെ മാഡം. പിന്നെ താറാവ് നടക്കണ പോലെ നടന്നിട്ട് കാര്യമില്ല. 2 കിലോമീറ്ററോളം നടക്കാനുള്ളതാ. 2 കിലോമീറ്ററോ? ഇയാളല്ലേ പറഞ്ഞ ബോട്ട് ഇറങ്ങി 2 വളവ് കഴിഞ്ഞ് അവിടെ എത്തുന്നു? അതെ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവുണ്ട്. അമ്മേ, ഇത് റീമേക്ക് ആണോ ശരിക്കും? ഇതിന്റെ റീമേക്ക് ജിത്തു ജോസഫിന്റെ പടമാണ്. ജിത്തു ജോസഫ് ഇതാണ് എന്റെ പ്രിയ. അല്ല പ്രിയേ, ഇതാണ് എന്റെ അമ്മ. ഇതിലാരാണ് പ്രിയ? പ്രിയേ, ഇതാണ് എന്റെ അമ്മ. മുത്തശ്ശി ഇപ്പഴും ജീവിച്ചിരിക്കട്ടെ കള്ളി. ഇവിടെ റീമേക്ക് ആണെന്നാ പറയണേ എല്ലാരും. ദ പ്രപ്പോസലിന്റെ റീമേക്ക് ആണെന്നാ പറയണേ. എടാ അത് ഇൻസ്പയർഡ് ആടാ. പ്രപ്പോസൽ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമയില്ല. അണ്ണാ സിറ്റി വന്നത് സിറ്റി കത്തിയണ്ണ. സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ആ ഫീമെയിൽ സെൻട്രിക് ക്യാരക്ടർ അല്ലാണ്ട് റീമേക്ക് ഒന്നും അല്ലത്. ഞാൻ നോക്കിയപ്പോ അണ്ണ സിറ്റിയിൽ കളക്ടർ പറഞ്ഞിട്ട് അരമണിക്കൂർ മുമ്പ് ആണല്ലേ.
അതെ ചാറ്റിലെ 0 ഡിലേ എന്ന് അണ്ണാ ഞാൻ ചന്ദ്രന് വന്നണ്ണ ചന്ദ്രനും കേട്ടണ്ണ സത്യമല്ലേ 0 ഡിലേ എത്തിയേട്ടാ. എടാ ഇറ്റാച്ച് 0 ഡിലേ ഇറങ്ങിയോടാ. അത് അവൻ 0 ഡിലേ ഇറങ്ങിയെന്ന് വെച്ചാൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നില്ല, ടൈം കിട്ടുന്നില്ല അണ്ണോ ചെയ്ത് കൊടുക്കാൻ. അവനിപ്പോ സ്ട്രീമും ഇതും എല്ലാം കൂടെ പറ്റണല്ലോ യോഗ്യത. നീ ഇവരെയൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചേക്കുവാണോടാ? അല്ല നിന്നെ നീ ഇപ്പൊ ഞാനിപ്പോ വരുന്ന സമയത്ത് നിന്നെ ഗ്യാങ് ഹൗസ് കണ്ടില്ലെങ്കിൽ ബോസ് അണ്ണൻ എവിടെ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇവിടെ ചന്ദ്രൻ എവിടെ അങ്ങനൊന്നും അല്ല ഇപ്പൊ ചോദിക്കുന്നത്. ബോസ് അണ്ണൻ എവിടെ? ബാലന്റെ ഓറമെല്ലാം കിട്ടിയിട്ടുണ്ടാവും നിനക്ക്. ഓറ എന്തായാലും കിട്ടാൻ സാധ്യതയില്ല. ചന്ദ്രന്റെ വിയർ അല്ല. സിറ്റി അപ്പാണ്, കേറുമ്പോ കത്തിപ്പോവും, അതാണ് പ്രശ്നം. കൊള്ളടാ, നല്ല വീഡിയോ വെച്ചിട്ടുണ്ടെന്നൊക്കെ. ബെസ്റ്റ് RP പ്ലെയർ ഇൻ TV ഇൻ കമ്മ്യൂണിക്കേഷൻ. ടിവിയിലെ എല്ലാ പ്ലേയേഴ്സും ബെസ്റ്റ് ആണ്. സിമ്പിൾ ആയിട്ട് അയ്യോ അതവിടെ ലീഡർ ലീഡർ അല്ല, ഇന്നിപ്പോ ലീഡറെ മാറ്റി സെലക്ട് ചെയ്യണ്ട കൊറേ പെട്രോൾ അടിക്കാൻ പമ്പ്, മനസ്സിലുണ്ട് കൊമ്പ്, രണ്ടിലും കുഴിഞ്ഞിട്ട് നോക്ക്. നൈസടാ, നല്ല വീഡിയോ. ശൗര്യന് ആനയുണ്ടോ? നീ ഞങ്ങളുടെ വാരിക്കുഴിയിൽ വീണ ഒറ്റയാനല്ലടാ. ചരിയും മുന്നേ നീ ഇതും കൂടി കേട്ടോ. നിന്റെ മകനെന്താ പറ്റിയെന്ന്. ചാകാൻ തയ്യാറായി ഒരുത്തൻ കെണിയിലേക്ക് കയറി വന്ന കൊല്ലണം. ചെറുക്കനെ നീ കൊന്നതാന്ന് ഞാൻ വരുത്തു. ഇനിയിപ്പോ കുട്ടിക്ക് വേണ്ടി ഏതൊറ്റക്കൊമ്പം വന്നാലും കൊല്ലും. ആന കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കില്ല. അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട്, അവന്മാരെ സൂക്ഷിക്കണം. വന്നെഴുന്നെള്ളും മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി ശരണജപങ്ങളോടെ നീക്കമേ ഓടയാമയ പരാൽ പര ശരണജപങ്ങളോടെ നീക്കമേ ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നു ഗുരു പമ്പാ ഗണപതി പാരിന്റെ അധിപതി പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് സ്വാമിക്ക് അഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് പമ്പാ ഗണപതി അധിപതി കൊമ്പാർന്നുണരണ മൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം. ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ ചെയ്യണം, രോമാഞ്ചം മുല്ല്. എടാ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗൈസ്? ഈ MG ശ്രീകുമാർ പാടുമ്പോ ലാലേട്ടൻ പാടുവാണെന്ന് പറയുള്ളൂ.
അത് വെറുതെ ഒരു പാട്ട് പ്ലേ ചെയ്താൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ലാലേട്ടൻ പാടുവാണെന്നുള്ള ഒരു ഇതാണ് സത്യം പറഞ്ഞത്. പണ്ട് തൊട്ട് നമ്മൾ കേട്ടാന്ന് തോന്നുന്നു കേട്ടോ അത്. എടീ തുടരുമിന്റെ ക്ലൈമാക്സിൽ എന്ത് വരുന്നത്? ക്ലൈമാക്സ് മറ്റേ വണ്ടിയായിട്ടൊരു സ്ഥലത്ത് പോയിക്കുന്നത്. പാട്ട് കേട്ടാ? ഇല്ല, അത് കേട്ടില്ലേന്ന്? ഇല്ല ഇല്ല ഇല്ല. അതാണ് കണ്ണാപ്പി 7 ഫുട്ബോൾ. ഈ മലബാർ സൈഡൊക്കെ ഇത് ഭയങ്കര ഇതല്ലേ, ഭയങ്കര സ്പിരിറ്റ് ആണ്. കണ്ണാപ്പിയുടെ ലൈവിലൊന്ന് കയറാ. എന്തൊക്കെയല്ലേ എന്താ കണ്ണാപ്പിയുടെ എന്ത്? ഇതുവരെ ഇറങ്ങിയ ടിവിയിലെ ഏറ്റവും ബെസ്റ്റ് പാട്ട് ഇതാണ്. പ്രോപ്പർ സിങ്ക്. സ്കൂൾ റീഓപ്പൺ പ്രമാണിച്ചാണേ. കേക്കാവോ? അണ്ണന്റെ ലൈവിൽ കയറി സ്വന്തം ഇറ്റാച്ചി, നമ്മുടെ സ്വന്തം ഇറ്റാച്ചി, ടിവിയിലെ മാക്കാച്ചി, മാക്കാച്ചി, ടിവിയിലെ ഇറ്റാച്ചി, ഇറ്റാച്ചി. ഇലക്ഷൻ പാട്ട് പോയിരിക്കണല്ലേ. മന്ദാരത്തിന്റെ ഇറങ്ങിയതാ. മന്ദാരത്തിന്റെ ഇതിനായിട്ട് 2 വീഡിയോ ഞാൻ താഴെ ഇട്ടുണ്ട്. അത് കാണണേ. ദേവോട്ടും ചോറ് കൊടുക്കാൻ പറ്റിയ പാട്ടല്ലേ? സത്യം, ദേവുട്ടിന് ചോറൊക്കെ കൊടുക്കാൻ പറ്റിയ പാട്ടാ. കൊള്ളാം. പാട്ട് മതി. പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് എനിക്ക് മന്ദാരത്തിന്റെ ഇഷ്ടപ്പെട്ടു. താഴെ 2 വീഡിയോ ഉണ്ടായിരുന്നു ഡിസ്കോട്രോളത്തില്. എവിടെ? ഡിസ്കോ ട്രോൾസിലുണ്ട്. ഇപ്പൊ ഒരു 10 രൂപ ഉണ്ടോ? കണ്ണാപ്പിനുണ്ട്. നിന്റെ ഗ്രൂപ്പിൽ വന്നിട്ട് വീഡിയോ തന്നെയാട്ടോ. പരുന്ത് വാസു താഴെ നിന്നാൽ റഞ്ചും മുകളിൽ നിന്നാൽ കൊത്തും ഹോയ് ലോസാൻഡോസിലെ പെണ്ണുങ്ങളെല്ലാം വാസുവിനെ മതിയല്ലോ ഞങ്ങളുടെ ചാകരക്കുടം വാസു. എടാ ഇപ്പൊ കടക്കഥയായി. പറന്നാൽ റാഞ്ചും മൂന്നാൽ കൊത്തും. ഇതൊക്കെ കണ്ണാപ്പി കേൾക്കാൻ പറ്റുന്നില്ല. ഊത്ത് മാത്രമേ ഉള്ളത്. ഒന്നോട്ട് നോക്കാം കണ്ണാപ്പിന്റെ ഫീറ്റേക്കാം. ക്ലിയറായി ഞാൻ പറയാം. അതെ ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ മലയാളത്തിലെ ആദ്യമായിട്ട് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികച്ച് സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത ചാനൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? പണ്ടത്തെ ചാനൽ ഏതാണ്? അത് മലയാളം ടെക്കീസാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇനി അതല്ല വേറെ ഏതെങ്കിലും ചാനലാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? എന്നാൽ ആ ചാനലും നമ്മുടെ ചാനലും വെച്ചിട്ടുള്ള പണ്ടത്തെ ഒന്ന് നോക്കി നോക്കുക. 7 വർഷമായി നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ട്.
നമ്മൾ വീഡിയോ ലാലേട്ടനല്ലേ ഇതൊക്കെ? ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ സിൽവർ പ്ലേ ബട്ടണൊക്കെ കിട്ടിക്കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞതിന് ശേഷം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് വീഡിയോ ചാനലിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ചാനൽ വെച്ചിട്ട് നിങ്ങൾ തപ്പി നോക്കിക്കോ. ഇനി അതുമല്ല നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് തൊട്ടിട്ട് ഗെയിമിംഗ് വീഡിയോസ് കാണുന്ന ആളുകളോട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി, അപ്പോൾ നിങ്ങൾക്കറിയാം. ഓ ഹായ് ഗൈസ്, നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു പോയി. ഈ വീഡിയോ കണ്ടായിരുന്നു, ഈ വീഡിയോ ചില ഞാൻ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ സംഭവിച്ച ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇത് നമ്മുടെ മലയാളം ടെക്കീസിന്റെ 100K ആയിപ്പോ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ അൺബോക്സ് ചെയ്തിട്ട വീഡിയോ ആണ്. ഞാനപ്പോ കഴിഞ്ഞ ദിവസം ഇതിന്റെ കമന്റ് സെക്ഷനൊക്കെ ഇങ്ങനെ ഓടിച്ചു നോക്കാറുന്നു. അപ്പൊ ദേണ്ട കിടക്കണ്ട ഒരാളുടെ കമന്റ് ആരാന്ന് മനസ്സിലായ ഗൈസ്? ഞാനത് 7 വർഷം മുമ്പേ ഇട്ട comment ആ. കാണുന്നേ. അയ്യോ എന്റെ മോനെ, പുള്ളി എത്ര നാളുകൾക്ക് മുമ്പ് ഇട്ടെന്നറിയാം? 7 വർഷം, 7 years ago, 7 വർഷം മുന്നേ ഈകള് കമന്റ് ചെയ്ത് തരണ. അതായത് നമ്മുടെ ചാനൽ ആ വീഡിയോ ഇട്ട സമയത്ത്. അത് ഇനി റിയൽ ആണോ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് ഇതേ ആളുടെ റിയൽ അക്കൗണ്ട് എന്താന്ന് വെച്ചാ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാക്കി പോകും. അത് പിന്നീട് ഒരു ടൈമിൽ നമ്മൾ എടുത്തു നോക്കുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുക അതെന്തുകൊണ്ടാണ് നമ്മൾ മിസ്സാക്കിയത്. അങ്ങനെ പറ്റിയൊരു കാര്യമാണ് എന്റെ ലൈഫിൽ ഈ സാധനം. ഈഗിൾ ബ്രോ, താങ്ക് യു. പിന്നെ ഞാൻ അരിച്ചു തപ്പി, എനിക്ക് തോന്നുന്നു പുള്ളി മാത്രം എന്തോ ആണ് നമ്മുടെ ഇതില് കമന്റ് ചെയ്തിട്ടുള്ളൂ ആ ഒരു വീഡിയോ കിട്ടാ. അപ്പോ ആ ഒരു ടൈമിൽ ആള് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടായി എന്ന് വെച്ച് പുള്ളി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായി. വേറെ ക്രിയേറ്ററിനെ ഒന്നും ഞാൻ കണ്ടില്ല ഗൈസ്. ഞാൻ കാണുമായിരുന്നു പുള്ളിയുടെ ചാനൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അന്ന് ആ സമയത്ത് ലൈക്ക് കുറെ മറ്റേ ടിപ്സ് വീഡിയോയും മറ്റേ അങ്ങനത്തെ വീഡിയോ ഇങ്ങനത്തെ വീഡിയോ എല്ലാം ഉണ്ടായിരുന്നല്ലോ. കുറെ കേട്ടോ. അല്ല തീർക്കോ. ഇതിന് ഫ്ലാഷ് പോലെ ഓ കൊള്ളാലേ. കിട്ടില്ലല്ലേ ഒരെണ്ണം എനിക്ക് ഗോഹാൻ എന്ന് പറഞ്ഞ നിനക്കുള്ള പണി സോർട്ട് ചെയ്ത് അയക്കുന്നുണ്ട്.